ഇപ്പോൾ ഷിറ്റി സിദ്ദിഖ് MLA ഉണ്ട് നമ്മോടൊപ്പം. അദ്ദേഹം ശ്രീനഗറിലാണുള്ളത്. സിദ്ദിഖ്, താങ്കൾ സുരക്ഷിത സ്ഥാനത്താണോ? ഇപ്പോൾ എവിടെയാണുള്ളത്? ഇപ്പോ ശ്രീനഗർ സർക്യൂട്ട് ഹൗസിലാണുള്ളത്. ശ്രീനഗർ ടൗണിനടുത്ത് തന്നെ നല്ല സുരക്ഷാ സംവിധാനത്തോടു കൂടി എയർപോർട്ട് ഞങ്ങൾ ഇന്നാണ് ഇവിടെ ലാൻഡ് ചെയ്തത്. വൈകുന്നേരം 5:20 ലാൻഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഈ ലാൽ ചൗക്ക് മേഖലകളിലേക്ക് പോകാം എന്ന് കരുതിയിരുന്നു. പോകുന്ന വഴിക്ക് ഒരു കാപ്പി കുടിച്ച് അവിടെ വെച്ച് കുറെ ആളുകളും ഒക്കെ ആയിട്ട് ഞങ്ങൾ സംസാരിച്ചു. അതിനുശേഷം അങ്ങോട്ടുള്ളതായിരിക്കുന്ന യാത്ര അവസാനം സെക്യൂരിറ്റി പേഴ്സൺസ് ഡിസ്കസ് ചെയ്ത് അതൊക്കെ ഒഴിവാക്കി നേരെ താമസ സ്ഥലത്തേക്ക് പോകണം. ഇവിടെ പ്രശ്നങ്ങളൊന്നുമില്ല, പക്ഷേ ഈ കൂടുതലുള്ളതായിരിക്കുന്ന യാത്ര ഒഴിവാക്കുന്നതാണ് നല്ലത് എന്നുള്ള അഡ്വൈസിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളിപ്പോ സർക്യൂട്ട് ഹൗസിലേക്ക് മാറി. ഞങ്ങൾ നേരത്തെ അഭിലാഷ് ചോദിച്ച ചോദ്യം ഞാൻ കേട്ടു. ഞങ്ങളിപ്പോ ഇവിടെ സംസാരിക്കുന്ന വേളയിൽ, നേരത്തെ കാപ്പി കുടിച്ചുകൊണ്ടിരിക്കുന്ന വേളയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തലശ്ശേരിയിൽ നിന്നുള്ള ഒരു 12ഓളം വരുന്നതായ മലയാളി ടൂറിസ്റ്റ് സംഘത്തെ ഞങ്ങൾ കണ്ടു. അവർ പഹൽഗാമിൽ നിന്നാണ് അവർ വരുന്നത്. അവർ പറഞ്ഞു അവർ വന്നതിന് ശേഷമാണ് ഈ പ്രശ്നം അവിടെ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് അവർ പറഞ്ഞു. ഞങ്ങൾ അതുപോലെ ഈ ശ്രീനഗർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ പഠിക്കുന്നതായ മലയാളികളായിട്ടുള്ള 2 PG മെഡിക്കൽ സ്റ്റുഡൻസിനെ കണ്ടു. അവർ ഞങ്ങളോട് പറഞ്ഞതും നോർമൽ അന്തരീക്ഷത്തിലാണ് ശ്രീനഗർ ഉള്ളത്, പക്ഷെ കുറച്ച് സെക്യൂരിറ്റി ടൈറ്റൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഞങ്ങൾ പോകുമ്പോഴും അതുപോലെ പുറത്ത് ഓരോ വഴികളിലും കനത്ത സുരക്ഷാ ബന്ദോബസ്ത് നന്നായിട്ടുണ്ട്. അതിന്റെ അകമ്പടിയിലാണ് ശ്രീനഗർ ടൗൺ ഉള്ളത്. പഹൽഗാമിൽ ഇപ്പൊ ലാൻഡ് സ്ലൈഡിന്റെ കാരണമായി, മേഘസ്ഫോടനം പോലെയുള്ള പ്രശ്നം കാരണമായി ജമ്മു കാശ്മീർ ശ്രീനഗർ ദേശീയപാതയുടെ ബ്ലോക്കേഡ് ഇടയ്ക്കുണ്ടായിരുന്നു. അതെല്ലാം നീക്കി സുഗമമായിട്ടുള്ള യാത്ര സാധ്യമാക്കാനുള്ള നടപടികൾ അതും സ്വീകരിച്ചു എന്ന് പറഞ്ഞു. ആഭ്യന്തരമന്ത്രി ഇവിടെ എത്തിയിട്ടുണ്ട്. അതിന്റെ ഒരു സെക്യൂരിറ്റി ബന്ദോബസ്തും ഉണ്ട്. പക്ഷെ ഞങ്ങൾക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ യാത്ര ഒന്ന് കട്ട് ഷോട്ട് ചെയ്യണം എന്നുള്ളത് ഇന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് പുറത്തേക്ക് പോവാതെ ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നു. നാളെ രാവിലെ ഞങ്ങൾക്ക് ജമ്മു കാശ്മീർ സിസ്റ്റർ കമ്മിറ്റിയുമായിട്ടുള്ള മീറ്റിംഗ് ഉണ്ട്. ആ മീറ്റിംഗും ഇന്ററാക്ഷൻസും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത്. നേരത്തെ സ്പീക്കർ വിളിച്ചിരുന്നു, പ്രതിപക്ഷ നേതാവ് വിളിച്ചിരുന്നു, മുഖ്യമന്ത്രി വിവരങ്ങൾ തിരക്കിയിരുന്നു. കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അവധാനതയോടുകൂടി തിരിച്ചുവരവ് നോക്കണം എന്നുള്ളത് പറഞ്ഞു. പ്രശ്നം അത് സെക്യൂരിറ്റി പ്രധാനപ്പെട്ട കാര്യമുള്ളത് സിദ്ദിഖ്, ഇപ്പോ മലയാളികൾ ഒരുപാട് പേർ ഈ കാശ്മീരിലേക്ക് ടൂർ പോയിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ. നമ്മൾ അതൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളിൽ കണ്ടിരുന്നു. കാരണം കാശ്മീർ ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട ടൂറിസം ഡെസ്റ്റിനേഷനായി തന്നെ വരികയാണ്. അപ്പോൾ ഈ പഹൽഗാമിൽ ഒരുപക്ഷെ ഇപ്പോൾ കുടുങ്ങിക്കിടക്കുന്നവരോ മുറിവേറ്റവരോ ആയ ആരെങ്കിലും ഉണ്ടാകാം. ഞാനൊരു പോസിബിലിറ്റി പറയാണ്, ഉണ്ടെന്നല്ല, ഉണ്ടാകാം. അപ്പോൾ ഇവരെയൊക്കെ കോൺടാക്ട് ചെയ്യാനും അങ്ങനെ നിങ്ങൾ കൂടെ ആരൊക്കെയാണ് ഉള്ളത്? നമുക്ക് മലയാളികൾ ആരെങ്കിലും അവിടെ കുടുങ്ങിപ്പോയിട്ടുണ്ടോ എന്ന് അറിയാനുള്ള സംവിധാനം ഉണ്ടോ? ഞങ്ങളുടെ ടീമിൽ KPA മജീദ് സാഹിബാണ് ഞങ്ങളുടെ നിയമസഭാ അഷുറൻസ് കമ്മിറ്റിയുടെ ചെയർമാൻ. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ മുകേഷ് MLA, ആൻസലൻ MLA, ലെജിസ്ലേറ്റീവ് ജോയിന്റ് സെക്രട്ടറി ജ്യോതി മാഡം ഉൾപ്പെടെയുള്ള ഒരു ഡെലിഗേഷനാണ് ഞങ്ങൾ പോന്നിട്ടുള്ളത്. ഞങ്ങൾ ഇവിടെ വെച്ചുകൊണ്ട് ഞങ്ങളുടെ സെക്യൂരിറ്റി ചുമതലയുള്ള ലെജിസ്ലേറ്റീവ് സംഘത്തിന്റെ ഞങ്ങളുടെ കൂടെ അനുധാവനം ചെയ്യുന്നതായിരിക്കുന്ന BSF ജവാന്മാരും അതുപോലെയുള്ള സെക്യൂരിറ്റി പേഴ്സൺസുമായി ഞങ്ങൾ സംസാരിച്ചിരുന്നു. അവർ പറഞ്ഞു മലയാളികൾ ആരെങ്കിലും ഉൾപ്പെട്ടോ, വിവിധ സ്റ്റേറ്റുകളുടെ വിവരങ്ങൾ കിട്ടിയോ, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളത് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് അങ്ങനെ മലയാളികളുടെ പ്രത്യേകമായിട്ടുള്ള വിവരങ്ങൾ അവർക്ക് ഇല്ല എന്നുള്ളതാണ് അവരുടെ അനുമാനം എന്നുള്ളതായ പ്രാഥമിക സംസാരം അവർ നടത്തി. ഇവിടെ പ്രോട്ടോകോൾ ഓഫീസറോട്, കാശ്മീർ പ്രോട്ടോകോൾ ഓഫീസറോട് ഇത് ലൈസൺ ചെയ്ത് വിവരം അറിയിക്കാൻ വേണ്ടി ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, മറ്റു ഭാഗങ്ങളിലേക്ക്, അതായത് ശ്രീനഗറിൽ നിന്നും പുറത്തേക്കും യാത്രയ്ക്ക് തടസ്സമൊന്നുമില്ലല്ലോ. ഇപ്പോൾ മറ്റ് സ്ഥലങ്ങളിൽ പോയ ആളുകൾ തിരികെ ശ്രീനഗറിലേക്ക് വന്നാൽ അവർക്ക് കേരളത്തിലേക്കോ ഡൽഹിയിലേക്കോ ഒക്കെ പോകാൻ വേറെ തടസ്സങ്ങളൊന്നുമില്ലല്ലോ? ഇല്ല. ശ്രീനഗർ എയർപോർട്ടിൽ ഞങ്ങൾ 5:20 ഇറങ്ങിയത്. 5:20 ഇറങ്ങി സെക്യൂരിറ്റി സിസ്റ്റം ടൈറ്റൻ ചെയ്തു എന്നുള്ളത് മാത്രമാണ്. ശ്രീനഗർ എയർപോർട്ട് വളരെ ഫ്രീ ആയിട്ട് നന്നായിട്ട് വർക്ക് ചെയ്ത് പോകുന്നു. ഒരു കുഴപ്പമില്ല. വ്യോമ ഗതാഗതത്തിനും അതുപോലെ റോഡ് ഗതാഗതത്തിനും ഒരു തടസ്സവും നിലവിൽ ഇല്ല. തീർച്ചയായും വളരെ നന്ദി. എന്തായാലും സുരക്ഷിതനായിരിക്കൂ സിദ്ദിഖ്. ഒപ്പം മറ്റ് MLA മാരും ഇനിയുള്ള മണിക്കൂറുകളിൽ എന്തെങ്കിലും അപ്ഡേഷൻസ് വേണമെങ്കിൽ ഞാൻ വിളിക്കുകയും ചെയ്യാം. ഇപ്പോൾ ഒരു ഇടവേള ആവശ്യമുണ്ട്. രാജ്യം നടുങ്ങിയ ഒരു മഹാഭീകരാക്രമണം ഉണ്ടായിരിക്കുന്നു. അതിനോട് പ്രതികരിക്കുകയാണ് രാജ്യം.